ശ്രീജിത്ത്, ഇവിടെ ഇത്രയധികം ആരോപണങ്ങൾ നേരിട്ടിട്ടും ഇയാൾ ഈ പരിശീലക സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. എന്തുകൊണ്ടാണ് KCAയുടെ ഭാഗത്തു നിന്ന് ഈ പരിശീലകനെ നിരീക്ഷിക്കുന്നതിനോ പെൺകുട്ടികൾക്ക് കൃത്യമായ ഒരു സംരക്ഷണം നൽകുകയോ ചെയ്യുന്നതിന് മുതിരാത്തത്? ഇത് സാങ്കേതിക തടസ്സം കാരണം എനിക്ക് മൊത്തത്തിൽ ഈ ചർച്ച കേൾക്കാൻ പറ്റിയില്ല. എന്തായാലും ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന അനിൽ ഗോപാലൻ, അതുപോലെ തന്നെ ഇടത് നിരീക്ഷകൻ റജി ലൂക്കാസ്, അവരുടെ എല്ലാം കൺസേൺ, അവരുടെ എല്ലാം ഒരു ആകാംക്ഷയും അല്ലെങ്കിൽ അതിലുള്ള ഒരു അവരുടെ ഒരു ഇമോഷണൽ സ്റ്റാറ്റസ് ഞാൻ അംഗീകരിക്കുന്നു. ഇതിനകത്ത് കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കുറിച്ചാണ് ആദ്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഇതിൻ്റെ അകത്ത് പ്രതിരോധത്തിലാണ്. ഞങ്ങൾ തീർച്ചയായും ഇതിനകത്ത് പ്രതിരോധത്തിലല്ല. കാരണം ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ യാതൊരു രീതിയിലും അതിനെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കാനോ ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല. പക്ഷേ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പേരെങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നു? ഈ മനു എന്ന് പറയുന്നത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കീഴിലുള്ള ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു കോൺട്രാക്ട് സ്റ്റാഫാണ്. ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ കോൺട്രാക്ട് സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ അത് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഒരു ഡയറക്റ്റ് എംപ്ലോയി അല്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നിലനിൽക്കുന്ന അവിടെ തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഓഫീസും. അതിൻ്റെ വാതിക്കലുള്ള ഒരു നെറ്റ്സ്, അതാണ് ഈ പരിശീലനത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവിടെ ഇത്രയും ഓപ്പണായിട്ടുള്ള സ്ഥലം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അനുവദിച്ചു കൊടുത്തത് തന്നെ ഇവിടെ കൊച്ചുകുട്ടികളും ആൺകുട്ടികളും അവിടെ പരിശീലനം നടത്തുന്നതുകൊണ്ടാണ്. അതിൻ്റെ നിങ്ങൾ ആരെങ്കിലും അവിടെ സന്ദർശിച്ചോട്ടെ? അനിൽ ഗോപാലിനൊക്കെ അറിയാതെ അവിടെ സർവൈലൻസ് ക്യാമറകളുണ്ട്. നേരെ തൊട്ടടുത്ത് തന്നെ അവിടെ സെക്യൂരിറ്റി ഗാർഡുകളുണ്ട്. കൂടാതെ തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ കൊടുത്തിരുന്ന നിർദ്ദേശം, ഞാൻ KCAയുടെ മുൻ സെക്രട്ടറി ആയത് കാരണം എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റും, തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ അവിടെ കൊച്ചുകുട്ടികളുടെ മാതാപിതാക്കൾ ടേൺ അനുസരിച്ച്, ഇപ്പോൾ 20 പേരാണ് പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം ഒരു പേരൻ്റെങ്കിലും കാണണം എന്നുള്ളത് നിഷ്കർഷിച്ചിരുന്നു. പിന്നെ കൂടാതെ ഈ നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഫാക്റ്റിനെ കുറിച്ച് കൂടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഈ 20 കൊല്ലം കൊണ്ടാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ 3 അന്താരാഷ്ട്ര താരങ്ങളെ വാർത്തെടുത്തത്. അതിലാദ്യം ടിനു യോഹന്നാൻ, അതിനുശേഷം പിന്നീട് ശ്രീശാന്ത് വന്നു, അതിനുശേഷം ഇപ്പോൾ സഞ്ജു സാംസൺ വന്നു. നമ്മളൊരു കാര്യം ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്, വെറും 23-24 ഒരു കൊല്ലത്തിൽ ഇന്ത്യ കളിച്ച വനിതാ താരങ്ങൾ കേരളത്തിൽ നിന്ന് 3 പേരാണ്. അത് ചിലപ്പോൾ രാജ്യത്ത് തന്നെ അങ്ങനെ ഒരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായി കാണത്തില്ല. ഒരു കൊല്ലമാണ് 3 താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. ഇപ്പോൾ ഏഷ്യ കപ്പ് ടീമിലേക്ക് ആദ്യം തന്നെ നമ്മുടെ സജന സജീവൻ, ആശാ ശോഭന, അത് കണക്ക് ഒരു മറ്റ് സംസ്ഥാനത്തു നിന്ന് ഇവിടെ വന്ന് കളിക്കുന്ന അരുന്ധതി റെഡ്ഡി ഉൾപ്പെടെയുള്ളവർ ഏഷ്യ കപ്പ് മത്സരത്തിനായിട്ടുള്ള ഇന്ത്യൻ ടീമിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കേരളത്തിലെ വനിതകൾ ഇന്ത്യൻ ടീം വരെ കയറി പറ്റുന്നു എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. ശ്രീജിത്ത്, KCAയുടെ സംഭാവനകളെ ഇവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല. താങ്കൾ നേരത്തെ പറഞ്ഞു ഈ മനു എന്നുള്ള പരിശീലകൻ കോൺട്രാക്ട് സ്റ്റാഫാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പക്ഷേ എന്ത് സ്റ്റാഫാണെങ്കിൽ പോലും അതിൽ KCAയുടെ ഒരു ഉത്തരവാദിത്വമില്ലേ? താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, എല്ലായിടത്തും CCTV ക്യാമറകളുണ്ട്, സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് എന്നൊക്കെ. ഇവരുടെയൊക്കെ ഈ സാന്നിധ്യം ഉണ്ടായിട്ടാണ് ഇയാൾ ഈ രീതിയിലുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നത്. 6 പരാതികളാണ് വന്നിരിക്കുന്നത്. ഇതൊന്നും കള്ളപ്പരാതികളൊന്നുമല്ല. കാരണം ഏറെ വിഷമിച്ച് തന്നെയാണ് ഈ രക്ഷകർത്താക്കളും കുട്ടികളും ഒക്കെ ഇത് മാധ്യമങ്ങളോട് പങ്കുവെച്ചതും പോലീസിനോട് പരാതിപ്പെട്ടതുമൊക്കെ. അതുകൊണ്ട് ഇതിന് KCAക്ക് എങ്ങനെ കൈ കഴുകാൻ സാധിക്കും ഈ കാര്യത്തിൽ? അല്ല, ഇതിൻ്റെ അകത്ത് ആദ്യത്തെ പരാതി ഉണ്ടായിരുന്നത് 2022 ഞാൻ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന സമയത്താണ്. അന്ന് ഈ പരാതി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഓഫീസിലുണ്ട്. എനിക്ക് ഒരു TV ചാനലിൽ നിന്നാണ് ആദ്യം ഇൻഫർമേഷൻ. ശ്രീജിത്ത്, 2018 ഒരു പരാതി ആദ്യം ഉണ്ടായി എന്നാണ് അറിയുന്നത്. പക്ഷേ അതിനുശേഷം ഈ പെൺകുട്ടി എന്തുകൊണ്ടോ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഏതോ രീതിയിലുള്ള ബാഹ്യ സമ്മർദ്ദം ഉണ്ടായി എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ 2022 സമാനമായ പരാതി വരുന്നത്. തെറ്റാണ്. 2018 പോക്സോയുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും വന്നിട്ടില്ല. അത് 2018 അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല.
ഇത് 2022 ഉണ്ടാകുന്നത്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം ശ്രീ ശ്രീജിത്ത്, പറഞ്ഞോളൂ. ഹലോ. ശ്രീ ശ്രീജിത്ത് കേൾക്കാം. 2018 അങ്ങനെ ഒരു 2018 അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. ഓക്കെ, 2022 ആദ്യമായിട്ട് മനുവിനെതിരെ ഒരു പരാതി വരുന്നത്. ഈ പരാതിയെക്കുറിച്ച് ഞാൻ ജില്ലാ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സമയത്തൊന്നും KCയുടെ ശ്രദ്ധയിൽ ഒരു പരാതികളും മനുവിനെ സംബന്ധിച്ച് വന്നിട്ടില്ല. തുടർന്ന് ഇങ്ങനെ 2022 കണ്ടോൺമെന്റ് പോലീസ് കേസെടുക്കുകയും ആ കേസുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്നേ സഹകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. എല്ലാ രീതിയിലുള്ള സഹകരണവും അന്ന് ഞങ്ങൾ വാഗ്ദാനം ചെയ്തു. എന്നാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് യാതൊരു രീതിയിലുള്ള ഇൻഫ്ലുവൻസോ അയാൾ KCക്ക് നൽകാൻ സാധിക്കുന്ന ഒരാളല്ല. അയാളുമായിട്ട് യാതൊരു ബന്ധവും ഈ കോൺട്രാക്ട് സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ലാതെ യാതൊരു ഭാരവാഹികൾക്കും ബന്ധമില്ല. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും അതിനുശേഷം മാത്രമാണ് രണ്ടാമത് വന്നത്. ഈ കേസ് പിന്നീട് വെറുതെ വിട്ടു. അപ്പോൾ ഇവിടെ പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന മുൻ ഭാരവാഹികളാണ്. അത് അവരുടെ രാഷ്ട്രീയം, മുൻ ഭാരവാഹി KCയുടെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് കലർത്തി പറയുന്നതാണ്. ഞങ്ങൾ അന്നും ഇന്നും എന്നും ഈ കുട്ടികൾ കളിക്കാൻ വരുന്ന കുട്ടികളോടൊപ്പം തന്നെയാണ്. അല്ലാതെ ഒരു കോൺട്രാക്ട് സ്റ്റാഫ് അല്ല ശ്രീ ശ്രീജിത്ത്, ഇവിടെ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യുന്നത്. ഇതിൽ വ്യക്തികളുടെ രാഷ്ട്രീയമോ KCയുടെ രാഷ്ട്രീയമോ ഒന്നുമല്ല ചോദിക്കുന്നത്. ഒരു പരിശീലകൻ ഇത്തരത്തിൽ മോശമായി വർഷങ്ങളായി പെരുമാറുന്നു. 6 പരാതികളാണ് നിലവിലുള്ളത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നിട്ടും എങ്ങനെയാണ് KCയെ ഇതുവരെ തൃപ്തികരമായ ഒരു വിശദീകരണം പോലും നൽകാത്തത്? ഒരു പിതാവ് ഞങ്ങളോട് പറഞ്ഞത്, ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും KCയെ ഈ പരാതിപ്പെട്ട വീടുകളിൽ കുട്ടികളുടെ വീടുകളിൽ ഒന്ന് വിളിച്ച് എന്താണ് സംഭവം എന്ന് അന്വേഷിക്കുന്നതിന് പോലും മുതിർന്നിട്ടില്ല എന്നാണ്. എൻ്റെ അറിവ് വെച്ച് ഇങ്ങനെ ഉള്ള പരാതിക്കാര് കുട്ടികളും മാതാപിതാക്കളും KCA സെക്രട്ടറിയെ വന്ന് കണ്ടിട്ടുണ്ട്. അത് കേസെടുത്തതിന് ശേഷമാണ് കേസെടുത്ത വിവരം അറിയിക്കുവാൻ വേണ്ടി KCയുടെ ഭാരവാഹികളെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവര് ഞങ്ങൾക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല, പിന്നെ ഇവിടെ ഇരിക്കുന്ന ഒരു രക്ഷകർത്താവിന് പോലും KCA ഭാരവാഹികൾക്കെതിരെ ഒരു പരാതി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം അന്ന് ആദ്യത്തെ തവണ പരാതി വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പലരും ഈ മനുവിനെ പിന്നെ ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അതിൻ്റെ അകത്ത് ഇടപെടില്ല, അത് KCA അന്വേഷിക്കേണ്ട കാര്യമില്ല, അത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, ഇനി നിങ്ങൾ എല്ലാവരും പോയി കൊടുക്കേണ്ട മൊഴികൾ അവിടെയാണ്.